എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊലോസ്യർക്കെഴുതിയ 3-ാം അധ്യായം 15-ാമത് വാക്യം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിക്കുവീൻ എന്നുള്ള വാക്യമാണ്. ഈ വാക്യത്തിനുള്ളിലും പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ക്രിസ്തുവിൻ്റെ സമാധാനം ഇറങ്ങി വരണമെന്നും ആ സമാധാനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിപ്പാനായിട്ട് സാധിക്കുകയുള്ളെന്നും ആ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുമ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയത്തക്ക തലത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് കഴിക്കുവാൻ കഴിയുന്നതെന്നും ഈ വാക്കുകൾക്കുള്ളിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് നമ്മുടെ സമാധാനം എടുത്തു കളയുവാൻ സാധ്യതയുള്ള, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരുപാട് സാഹചര്യങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട ശിഷ്യന്മാർ അവർ ആകുലപ്പെടുവാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വാസമുള്ളവരായി നിങ്ങൾ മുൻപോട്ട് കടന്നു പോകേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ദാസനായ യോശുവയോടും അത്യുന്നതനായ ദൈവം അതേ തലത്തിൽ പറയുന്നൊരു പ്രസ്താവനയാണ് യോശുവയുടെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കാം. ഉറപ്പ് നഷ്ടപ്പെടുന്നതുപോലെ, ധൈര്യം നഷ്ടപ്പെടുന്നതുപോലെ, സമാധാനം ജീവിതത്തിനകത്ത് നഷ്ടപ്പെടുന്നതുപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിനകത്തെ സമാധാനം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള, സന്തോഷം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഏത് സാഹചര്യങ്ങളുടെ നടുവിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വന്നാലും നമ്മുടെ അന്തരാത്മാവിനകത്തൊരു വിശ്വാസമുണ്ടാകണം. എന്നെ വിളിച്ച ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാനും, എന്നെ കരുതുവാനും, എന്നെ കാക്കുവാനും, എന്നെ സംരക്ഷിപ്പാനും, എന്നെ രക്ഷിപ്പാനും കഴിവുള്ള ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം.
ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് സമാധാനമായി ജീവിപ്പാനും ആ നിലകളിൽ ജീവിപ്പാനും കഴിയുന്നത്. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാം. അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ അസമാധാനമുള്ളവരായി, ഞങ്ങൾ ജീവിതത്തിൻ്റെ ആത്മീക സന്തോഷം നഷ്ടപ്പെട്ടവരായി ഞങ്ങൾ മുൻപോട്ട് പോകുകയല്ല. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ആ വചനപ്രകാരം ക്രിസ്തുവേശുവിലൂടെയുള്ള സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.